ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഒരു ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ ജോലിക്കാണ് വന്നത്. ഈ ജോലി എന്താന്ന് വെച്ചാൽ, ഇവിടെ എന്തോ കാര്യമായിട്ട് ബോബ്ലി ഐലൻഡിലെ വേസ്റ്റ് എല്ലാം നശിപ്പിക്കുന്ന സ്ഥലമായത്. ഇത് പക്ഷെ കൊണ്ട് കളയാൻ ആൾക്കാരില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്തേക്കാം. എനിക്കൊരു ജോലിയാവും, ഇവർക്കൊരു സഹായമാവും. ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഇവിടെയുള്ള മാനേജറിനോട് സംസാരിച്ചാലല്ലേ എനിക്ക് പറ്റൂ. ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പുള്ളൂ. നമുക്ക് മാനേജറിനെ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ എവിടെയാണ് മാനേജർ ഉള്ളതെന്ന് കാണിക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ കാണുന്നില്ലല്ലോ പുള്ളീനെ. നീ ഷട്ടറിൻ്റെ ഉള്ളിലാണോ? ഷട്ടറിൻ്റെ ഉള്ളിലായിരിക്കും. ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്യാനും പറ്റുന്നില്ലല്ലോ. കിട്ടി. അവിടെ ഒരാളുണ്ട്. അയാളോടൊന്ന് പോയി സംസാരിച്ച് നോക്കാം എന്താ ഇവിടെ ജോലി ഉള്ളതെന്ന്. ഹെൽപ്പ് us with the toxic waste. Okay, waste removal. Catch the barrels, load onto the truck, drive to the quarry and dispose the barrels. ഇവിടെ ഒന്ന് ബാരൽസ് എടുത്ത് ട്രക്കിൽ വെച്ചിട്ട് ട്രക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകണം, ക്വാറി. അവിടെ ചെന്നിട്ട് അതെല്ലാം കളയണം. ഈ സിലിണ്ടേഴ്സ് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നു. കണ്ടോ, അതിലൊരു ട്രയാങ്കിൾ. അത് ഡേഞ്ചർ. പച്ചയായപ്പോ പൊട്ടിത്തെറിച്ച് നമ്മളും പച്ചയായി. ഇത് ഡേഞ്ചർ സാധന. ഇത് നമ്മൾ ബ്രീത്ത് ചെയ്താൽ നമുക്ക് ബാഡാ. ഓക്കെ, ഒരെണ്ണം കൈ കിട്ടി. വെക്കാൻ നോക്കട്ടെ. നമുക്ക് 4 minutes ഉണ്ട് ഏകദേശം. ഇനി ഇതിൽ നമ്മൾക്ക് എത്ര ഡ്രംസ് വെക്കാൻ പറ്റുന്നോ അത്രയും വെച്ചിട്ട് നമ്മൾ കൊണ്ടുകൊടുക്കുകയും വേണം. അപ്പം നമുക്കൊരു 2 minute വെക്കാൻ ഡ്രൈവ് ചെയ്യാൻ. അതിലും കുറവ് വെച്ചാൽ നമ്മൾ എത്തില്ലായിരിക്കും മിക്കവാറും. അതുകൊണ്ട് നമുക്ക് 2 minute ഡ്രൈവ് ചെയ്യാനും ഒരു 4-5 ക്യാൻസ് ആകുമ്പോൾ നമുക്ക് നിർത്താം. ഇത് കയറുന്നില്ലല്ലോ. ഇതാ പ്രശ്നം. ഓക്കെ, സെറ്റ്. ഓക്കെ, താഴെ കുറെ പൊട്ടി വീഴുന്നല്ലോ. ഇതൊക്കെ ബാഡല്ലേ. നമുക്ക് എന്തൊക്കെ ശ്വസിക്കുന്നവരുടെ കാര്യം കഷ്ടമാണല്ലോ. ഇതൊരു ഡേഞ്ചറസ് വർക്ക്. ഇതിന് നല്ല രണ്ടും വീണ്. ഓക്കെ, 2 വരുന്നുണ്ട്. നമ്മൾ 2 ബെൽറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അറ്റത്തുള്ള ബെൽറ്റിൽ ഇങ്ങനെ കാണാൻ നിന്നാൽ നമ്മൾ തോക്കും. അധികം പച്ചാൽ നമ്മൾ മരിക്കുമോ എന്തോ. 1-2 ബാരൽസും കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. വീണ് ഇനി വരാൻ പോകുന്നത് 2 പിടിക്കാൻ നോക്കട്ടെ. കിട്ടി. ഇത് നമ്മുടെ എത്രാമത്തെ ബാരൽസാ? 4 എണ്ണമായി. 1-2 കൂടി നോക്കണോ? നോക്കിയേക്കല്ലേ. കുറെ കൊണ്ടുപോയി കുറെ പൈസ കിട്ടിയാലോ. ഓക്കെ, 5 എണ്ണമായി നമുക്ക്. ഇത് നല്ലോണം ഒതുക്കി വെക്കണമായിരുന്നു ആദ്യം. ഇപ്പൊ സ്ഥലമില്ലാതായി. ഓക്കെ, 5 മതി. ഇനി ആകെ 2 minutes കൂടിയേ ബാക്കിയുള്ളൂ. നമ്മൾ ഈ ഷട്ടറും കൂടെ തുറക്കേണ്ടായിരുന്നു കയറിയപ്പോൾ. പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ലല്ലോ നമുക്ക് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകാനുണ്ട് എന്ന്. കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഡ്രൈവ് ചെയ്യാൻ. ഇറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, റിവേഴ്സ് എടുത്ത് ഇനി നമുക്ക് പതുക്കെ ഇറങ്ങാം. ഓക്കെ, ഇറങ്ങി. ചെക്ക്സ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നു. ഇത് എവിടെയാണോ കളയേണ്ടത്? ദൂരെയാണോ അടുത്താണോ? ഒരു ഐഡിയ ഇല്ല. കണ്ടിട്ട് കുറച്ച് അടുത്താണെന്ന് തോന്നുന്നു. അവിടെയാണോ? നമ്മൾ എങ്ങനെ അങ്ങോട്ടേക്ക് പോകും? റോഡില്ലാത്ത വഴിയാണല്ലോ. നാട്ടിൽ സ്ഥലം കണ്ടല്ലോ. ഇനി നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങോട്ടേക്ക് നല്ല റോഡൊന്നും ഇല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് താഴെ എത്താം. നമുക്ക് അധികം റിസ്ക് എടുത്ത് പോകാനും പറ്റില്ല. ഈ ട്രക്ക് എവിടെയെങ്കിലും സൈഡിൽ എവിടെയെങ്കിലും തട്ടിയാൽ ക്യാൻ താഴെ വീണ് നമ്മൾ നേരത്തെ കണ്ടതല്ലേ. ഒക്കെ പൊട്ടിത്തെറിച്ച് പച്ചയാവും. നമ്മൾ വെറുതെ ഇത്രയും കഷ്ടപ്പെട്ടത് വേസ്റ്റ് ആവും. നോക്കട്ടെ എങ്ങനെ ഇവിടെ താഴെ എത്താമത്. എങ്ങനെ പോയാലും ഞാൻ ഇവിടെ എല്ലാം ഇടിച്ച് താഴെ ഇടും. ഇനി 1 minute കൂടെ ബാക്കി.
30 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ സഖീന്ന് ഒരെണ്ണമെങ്കിൽ ഈ ഉള്ളതെങ്കിലും നമ്മൾ എടുത്ത് വെച്ച് ചെയ്യിക്കണം. എത്ര ഡോളേഴ്സാ കിട്ടുന്നത് എന്തോ. എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഇതെങ്കിലും ഒന്ന് വെക്കണം. ഓക്കെ, കിട്ടി കിട്ടി. 10 സെക്കൻഡ്സും കൂടെ ബാക്കിയുള്ളൂ. വെച്ച് ഓക്കെ, ഒരെണ്ണമെങ്കിലും അത് വെച്ചല്ലോ. മിഷൻ എന്താ ചെയ്യില്ല. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഈ ഭാഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഇവിടെ എന്താ ഉള്ളേന്ന്. അതെന്താ അതൊരു കൺവെയർ ബെൽറ്റ് പോലെ ഉണ്ടല്ലോ, അതെന്തിനാണോ എന്തോ. പാർക്ക് ചെയ്തിട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ, വെറുതെ ഒന്ന് കേറി നോക്കാം എന്താ സംഭവിക്കുന്ന കാണണമല്ലോ. ഓക്കെ, കേറാൻ പോവാണേ. കേറാനൊന്നുമില്ല, ഇത് ആദ്യം നമ്മൾ ഓൺ ചെയ്യണം. ഓൺ ചെയ്താലേ ഇത് നീങ്ങൂ. ആയില്ലല്ലോ, ഇത് സ്റ്റാർട്ടായില്ലല്ലോ. സ്റ്റാർട്ടായോ ഇല്ലല്ലോ. നല്ലോണം റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അത് സ്റ്റാർട്ടാവില്ല. സ്റ്റാർട്ടായി തോന്നാ, അതേപോലെ നമുക്കൊന്ന് കയറി നോക്കാം. നമ്മൾ എവിടെ എത്തും നോക്കാം. നമുക്ക് നമ്മളെ തന്നെ ലാൻഡ് ചെയ്യാം. അയ്യോ, നമ്മൾ എവിടെ എത്തി? നമ്മൾ വീണ്ടും പ്ലാനിന്റെ അടുത്ത് എത്തി. എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗെയിം കളിക്കാൻ. ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. നമ്മൾ നേരത്തെ 2 ഷട്ടർ ഓപ്പൺ ചെയ്തില്ല. പറഞ്ഞതുപോലെ ഇവിടെ ട്രക്സ് ഇല്ലല്ലോ. നേരത്തെ നമ്മൾ ട്രക്ക് വെച്ചിട്ടല്ലേ ചെയ്തത്. എന്താ ചെയ്യാ? ഓക്കെ, നമുക്കിതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വെറുതെ. എന്തായാലും ഇവിടെ വരെ വന്നതാ. അതൊരു ലിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ആ ലിഫ്റ്റിലൊന്ന് കയറി നോക്കാം. പോകുന്നില്ലല്ലോ ലിഫ്റ്റ്, വെറുതെ ആണോ ഇത്? ലിഫ്റ്റ് അല്ലാന്ന് തോന്നുന്നു ഗൈസ്. 1-2 പ്രാവശ്യം ട്രൈ ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ അതേ നമ്മൾ തീയിലേക്ക് എത്തി. ഇതാരത് വലിയൊരു ഓഫീസാണല്ലോ. ഈ ഓഫീസ് ഒന്ന് നോക്കട്ടെ. കുറെ ആൾക്കാരൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നല്ല രസമുണ്ടല്ലോ ഇതിന്റെ അകത്തൊക്കെ കറങ്ങി കാണാന്. ഓഫീസിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. എന്നത് ഒന്ന് ഞെക്കി നോക്കി എന്ത് സംഭവിക്കുന്നത്. എന്താ തീ പറന്നെന്ന് തോന്നുന്നല്ലോ എവിടെയോ. സൗണ്ട് കേട്ടു, സൗണ്ട് കേട്ട്. ഇതൊരു അങ്കിൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന. അങ്കിളിനോട് സംസാരിച്ച് നോക്കണോ? സംസാരിക്കാൻ പറ്റുമെന്ന് അറിയണേ. വർക്കിന്റെ ഇടയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? സാധനം ഒന്നും പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സാധാരണക്കാർക്ക് ഇവിടെ ഓഫീസിൽ കയറി കറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇവിടെ ആ റെഡ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കട്ടെ. ഒന്നും സംഭവിച്ചില്ലല്ലോ. അവിടെ തീ പാറി. ഞാൻ കണ്ട് തീ പാറുന്നത്. വീണ്ടും തീ പാറി. ഫയർ ക്രാക്ക് ആവുന്നേ. അങ്കിളോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. Without this plant, the whole island would be dark. അപ്പൊ ഈ പ്ലാന്റ് കാരണം ഇവിടെ ഫുള്ള് ലൈറ്റ് ഉള്ളത്. അല്ലെങ്കിൽ ബോബ്ലി ഐലൻഡിൽ ലൈറ്റ് ഇല്ലാന്നാ പുള്ളി പറഞ്ഞത്. ഓക്കെ, നമുക്കെന്നാ വേറെ സ്ഥലത്ത് പോയി നോക്കാം. താഴേക്ക് വീണ്. അയ്യോ, തല കറങ്ങുന്നല്ലോ. വെറുതെ സമയം വേസ്റ്റ് ചെയ്താൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി ജോലി ചെയ്യട്ടെ. ട്രക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ നോക്കാം. ഈ ബസ് എടുക്കാൻ പറ്റുമോ? ബസ്സിൽ കുറെ സീറ്റ്സ് ഉണ്ടല്ലോ, വെക്കാൻ പറ്റുമോ? ഉറപ്പില്ല. ഷട്ടർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താലേ ട്രക്ക് വരുമോ നോക്കാം. ട്രക്ക് വന്നില്ലെങ്കിൽ നമുക്ക് ബസ് എടുക്കാം. ട്രക്കില്ല. ഓക്കെ, എന്നാൽ നമുക്ക് ബസ് എടുത്തിട്ട് ഉള്ളിൽ പാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ സിലിണ്ടേഴ്സ് വരുന്നത് ക്യാച്ച് ചെയ്ത് ബസ്സിനുള്ളിൽ വെക്കാം. നോക്കട്ടെ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നു. നമുക്ക് ഓൾറെഡി ഇതിൻ്റെ റൂൾസ് ഒക്കെ അറിയാവുന്നതല്ലേ. അപ്പം വേഗം ജോബ് ആക്സെപ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമേ. ഓക്കെ, 3 ബാരൽസ് വരുന്നുണ്ട്. ഇപ്രാവശ്യം 4.5 മിനിറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. ഈ 4.5 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാവേ. ഒരെണ്ണം കയ്യിൽ കിട്ടി, അകത്ത് കൊണ്ടുപോയി ഞാൻ സൂക്ഷിച്ചു വെക്കട്ടെ. ഈ ബസ്സിൻ്റെ അകത്ത് വീണ ബസ് മൊത്തം പൊട്ടിത്തെറിക്കുമോ എന്തോ, ഉറപ്പില്ലല്ലോ. ഒരെണ്ണം കിട്ടി സേഫായിട്ട്. അയ്യോ, അയാൾ പുള്ളി പച്ചായി.
നമ്മൾ കറക്റ്റ് ടൈമിന് എടുക്കാതെ ഈ ബാരൽസ് എല്ലാം താഴെ വീഴുന്നതുകൊണ്ട് പുള്ളി വെച്ചതേ വീണ്ടും പോയി പൊട്ടി. ചേട്ടാ കിട്ടോ 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 കിട്ടി. അത് വീണില്ല. വീഴുന്നതിന് മുന്നേ നമ്മൾ പിടിച്ചല്ലോ. വേഗം കൊണ്ടുപോയി ബസ്സിൻ്റെ ഉള്ളിൽ വെക്കട്ടെ. ഇതിപ്പം 2 ആയി. നമുക്ക് ഒരു 4 or 5 എടുക്കാം. ബാക്കി ഒരു 2 minutes ഉള്ളപ്പോഴൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു പോവാം. പൊട്ടിയാ? ഇല്ല, താഴെ വീണ് കിടക്കുക. പക്ഷെ ബസ്സിനുള്ളിൽ താഴെ വീണാൽ പൊട്ടില്ലാന്ന് തോന്നുന്നു. നിലത്ത് വീണാലാ പൊട്ടുന്നത്. ഒരെണ്ണം കൂടി വരുന്നുണ്ട്, അതും പിടിക്കട്ടെ. കിട്ടി കിട്ടി കിട്ടി. എന്തുവായിട്ട് നീ ഞാൻ ഉള്ളിൽ പോട്ടെ. നമ്പർ 3 റെഡി ആയിട്ടുണ്ട്. 3 എണ്ണം നമ്മൾ വെച്ച് ഇനി നമുക്ക് 2 എണ്ണം കൂടി എടുക്കായിരിക്കും. അതെങ്കിൽ നമുക്ക് പോവാം. ഓക്കെ, 3rd കൺവെയർ ബെൽറ്റിന് കിട്ടി. യെസ്, കിട്ടി. അതെടുത്ത് നമുക്ക് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അതും നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് വീഴുമോ? വീണാലും കുഴപ്പമില്ല, പൊട്ടില്ല. കണ്ടോ, പൊട്ടില്ല. ഇതൊരു ഹാക്കാണല്ലോ. ഒരെണ്ണം കൂടി എടുക്കാം നമുക്ക്. ഇനി നമുക്ക് 2.5 minutes ഉണ്ട്. ബാക്കി നമ്മുടെ ബോഡി കണ്ടോ വീണ്ടും ഗ്രീൻ ആയത്. വേസ്റ്റ് എല്ലാം പൊട്ടി. ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ കഷ്ടം തന്നെ ഇവരുടെ കാര്യം. ഇവർക്ക് എപ്പോഴും പനിയൊക്കെ ആയിരിക്കുമല്ലോ. ഓക്കെ, അത് 5 എണ്ണം വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ബസ് ആയതുകൊണ്ട് ഓടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മൾ നേരത്തെ സെയിം ലൊക്കേഷനിലാണെന്ന് തോന്നുന്നു ഫ്ലാഗ് ഇതിൻ്റെ താഴേക്ക്. അപ്പം നമ്മൾ കറക്റ്റ് റോഡിന് പോകണോ അതോ ഇവിടെ നിന്ന് അങ്ങ് ചാടണോ? കുറച്ചൊന്ന് റോഡിൽ പോയി നോക്കാം എന്താവുമെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് ചാടാം. റോഡിൽ നമുക്ക് കുറേ ടൈം എടുക്കും തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചാടാം. ലെഫ്റ്റിലൊക്കെ അങ്ങ് ചാടിയാലോ. ബസ്സിന് ഇതുവരെ ഒന്നും വീണില്ല പുറത്തേക്ക്. അങ്ങനെ നോക്കുമ്പോൾ ബസ്സാന്ന് തോന്നുന്നു കുറച്ചും കൂടെ സേഫ്. അയ്യോ, ബാക്കിലത്തെ ഗ്ലാസ് പൊട്ടി. ഒരെണ്ണം പുറത്തേക്ക് പോയി. ഒരെണ്ണമല്ലേ, സാരല്ല. നമ്മൾ ലൊക്കേഷനിലെത്തി. നമുക്ക് 1.5 minute കൂടെ ബാക്കിയുണ്ട്. നമുക്ക് എത്ര നമ്മുടെ സിലിണ്ടർ കൊണ്ടുവരാൻ പറ്റും എനിക്ക് അറിയണം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എല്ലാ സിലിണ്ടറും നമ്മുടെ ഡ്രൈവിങ് കാരണം, നമ്മൾ ബാഡ് റോഡ്സ് കാരണം ഫ്രണ്ടിൽ വന്ന് കിടക്കുക. നമുക്ക് ചാടി ഇറങ്ങണം. നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ ചാടി ഇറങ്ങാൻ. ഓക്കെ, ഒരെണ്ണം ഇറക്കി. 1 minute ബാക്കിയുണ്ട്. നമ്മൾ നല്ലോണം എല്ലാം ഇറക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എല്ലാം. നമ്മൾ 5 എണ്ണമായിരുന്നു കൊണ്ടുവന്നത്. പക്ഷെ ഒരെണ്ണം പുറത്ത് വീണ്. അപ്പം 4 എണ്ണമായി ടോട്ടൽ. അതിൽ ഒരെണ്ണം നമ്മൾ ഇട്ട്. ഇനി 3 എണ്ണം കൂടി ഉണ്ട്. 50 സെക്കൻഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 50 സെക്കൻഡ് മതി നമുക്ക് ഇതെല്ലാം ചെയ്ത് തീർക്കാൻ. പക്ഷെ അറിയില്ല, നമ്മുടെ ഗോബിളിക്കുട്ടനെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പോകാൻ പറ്റില്ല. കണ്ട ഡോറിൻ്റെ അടുത്ത് സ്റ്റക്കായിരിക്കും. കുറച്ചും കൂടെ വലിയ ഡോറാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായി എടുത്ത് വെക്കാമായിരുന്നു. ഓക്കെ, കൺവെയർ ബെൽറ്റ് എപ്പോഴും മൂവിങ്. ആ സ്വിച്ച് ഒന്നും ഞെക്കേണ്ട ആവശ്യമില്ല. 2 എണ്ണം വെച്ച് നമുക്ക് 2 എണ്ണം കൂടി ഉള്ളൂ. ആൻഡ് നമ്മുടെ കയ്യിൽ 20 seconds ബാക്കിയുണ്ട്. ഈ 20 secondsനുള്ളിൽ നമ്മൾ ഇത് വെച്ചാൽ നമുക്കിന്ന് $40 കിട്ടും. നമ്മൾ നേരത്തെ $10 കൂടെ കൂട്ടിയാൽ നമുക്കിന്ന് $50 ഉണ്ടാക്കി. 25 എണ്ണം വെക്കണം എന്നാണ് അവർ പറയുന്നത്. ഇത് വലിയ പാടുള്ള പണിയാണല്ലോ. ഓക്കെ, നമ്മൾ 2 ബാരൽസ് വെച്ചുള്ളൂ ഇന്ന്. that's a bit sad. ഈ ബർഗർ ഇരിക്കുന്നല്ലോ ട്രക്കിലൊന്ന് എടുത്ത് വെച്ച് നോക്കിയാലോ. വിശപ്പുണ്ട്, പക്ഷെ ഈ പുറത്തൊന്നും ഇരിക്കുന്ന ബർഗർ വേണ്ട. എന്തെങ്കിലും അസുഖം പിടിക്കും അത് കഴിച്ചാൽ. നമുക്ക് വേഗം കൺവെയർ ബെൽറ്റിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ ജോബായിട്ട് ഞാൻ വരാം. ഓക്കെ, വെച്ച് നോക്കട്ടെ. ബർഗർ പോകുന്നില്ലല്ലോ. കൺവെയർ ബെൽറ്റ് സ്റ്റോപ്പായി ജോബ് തീർന്നപ്പം. ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത എപ്പിസോഡിൽ പുതിയ ജോബായിട്ട് വരാം. അപ്പോഴേക്കും ബൈ ബൈ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ. എൻ്റെ ഈ ലോഞ്ച് നിങ്ങൾ എൻജോയ് ചെയ്തോ?